2 ദിവസമായി രാജ്യം വലിയ സങ്കടത്തിലാണ്. സ്വർണ്ണ പ്രതീക്ഷയാണ് തകിടം മറിഞ്ഞു പോയത്. ഹരിയാനക്കാരിയായ വിനേഷ് ഫോഗട്ടിന് സ്വർണം ലഭിക്കും എന്ന പ്രതീക്ഷയായിരുന്നു ഇന്ത്യൻ ഗുസ്തി ആരാധകർക്കും ഇന്ത്യയിലെ എല്ലാ അംഗങ്ങൾക്കും. എന്നാൽ ഇന്ത്യൻ പൗരന്മാരുടെ എല്ലാം പ്രതീക്ഷകളെ തകിടം മറിച്ചുകൊണ്ടുള്ള ഒരു തിരിച്ചടി തന്നെയായിരുന്നു ഒളിമ്പിക്സ് വേദിയിൽ നിന്ന് നാം നേരിടേണ്ടി വന്നത്. അത് വെള്ളിയെങ്കിലും നൽകി ആ വനിതയെ സമാശ്വസിപ്പിക്കുവാൻ കഴിയുന്ന തരത്തിലേക്ക് ഒരു നീക്കം നടത്തുവാൻ കഴിയുമോ എന്ന ചർച്ചയിലാണ് കേന്ദ്രം അടക്കമുള്ള സർക്കാരുകൾ. പക്ഷേ ഇപ്പോൾ കാര്യം ഒളിമ്പിക്സിലെ സ്വർണ്ണ മെഡൽ നഷ്ടമായ തരത്തിലേക്ക് മാത്രമല്ല വ്യാഖ്യാനിക്കപ്പെടുന്നത്. ആ സ്വർണ്ണ മെഡൽ നഷ്ടമായതോടുകൂടി നഷ്ടമായത് ഒരു വലിയ കായിക താരത്തെയാണ് എന്നുള്ളതിനേക്കാൾ അപ്പുറത്തേക്ക് ചില രാഷ്ട്രീയ കരുനീക്കങ്ങൾ കൂടി നടത്തുന്നുണ്ട് കോൺഗ്രസ് എന്ന ഇന്ത്യ സഖ്യത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതൃനിരയിലുള്ള പാർട്ടി. 1994 ഓഗസ്റ്റ് 25 ഹരിയാനയിലെ ബലാലിയിൽ ഗുസ്തി താരം മഹാവീർ സിംഗ് ഫോഗട്ടിന്റെ ഇളയ സഹോദരൻ രാജ്പാലിന്റെ മകളായി ജനിച്ച വിനേഷ് ഫോഗട്ട് കേന്ദ്രത്തിനെതിരെ ശക്തമായ രീതിയിൽ പ്രതിഷേധങ്ങൾ നടത്തിയിട്ടുള്ള ഒരു വനിതാ ഗുസ്തി താരമാണ്. എന്നാൽ രാജ്യത്തിന്റെ അഭിമാന താരമായി ഒളിമ്പിക്സിൽ തിളങ്ങുവാൻ അതേ സർക്കാർ തെരഞ്ഞെടുത്തതും ഇതേ വിനേഷ് ഫോഗട്ടിനെ ആയിരുന്നു. അങ്ങനെ വനിതാ ഫ്രീസ്റ്റൈൽ ഗുസ്തി മത്സരത്തിൽ മത്സരിക്കുകയും സെമി ഫൈനൽ റൗണ്ടിൽ എത്തുകയും ചെയ്ത വിനേഷ് ഫോഗട്ട് 50 കിലോ വനിതാ ഫ്രീസ്റ്റൈൽ ഗുസ്തി ഇനത്തിൽ മത്സരിക്കുവാൻ വേണ്ട ശരീരഭാരത്തിൽ നിന്നും 100 ഗ്രാം അധികമായതിന്റെ പേരിൽ പുറത്താക്കപ്പെടുകയുണ്ടായി. രാജ്യമെമ്പാടും ഇത് വലിയ ചർച്ചാ വിഷയമാവുകയും പ്രതിപക്ഷ നേതാക്കന്മാർ സഭയിൽ ശക്തമായ രീതിയിൽ ഇത് ഉന്നയിക്കുകയും ചെയ്തു. അങ്ങനെ പൂർണ്ണമായും ഒരു രാഷ്ട്രീയ ആയുധമായി വിനേഷ് ഫോഗട്ടിനെ പുറത്താക്കിയത് ഉപയോഗപ്പെടുത്തുകയാണ് ചെയ്തത് പ്രതിപക്ഷം. ഇപ്പോൾ അടുത്ത കരുനീക്കത്തിന് തയ്യാറെടുക്കുകയാണ് ഇന്ത്യ സഖ്യം. വരുന്ന സെപ്റ്റംബർ മാസം നടക്കുവാൻ പോകുന്ന രാജ്യസഭാ സീറ്റിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് നിലവിൽ പക്കലുള്ള രാജസ്ഥാനിനേക്കാൾ കൂടുതൽ പ്രതീക്ഷയുള്ള ഹരിയാനയിൽ ഒരു രാഷ്ട്രീയ കരുനീക്കം നടത്തുവാനുള്ള നീക്കത്തിലേക്കാണ് കോൺഗ്രസ്. നിലവിൽ ഹരിയാന ഭരിക്കുന്നത് BJP ആണെങ്കിൽ പോലും കോൺഗ്രസിന്റെ പക്കലുള്ള രാജസ്ഥാനിലെ രാജ്യസഭാ സീറ്റിനേക്കാൾ അവർക്ക് പ്രതീക്ഷയേറെയുള്ളത് ഹരിയാനയിലെ രാജ്യസഭാ സീറ്റാണ്. അതുകൊണ്ട് ഹരിയാനക്കാരിയായ വിനേഷ് ഫോഗട്ടിനെ രാജ്യസഭയിലേക്ക് പ്രതിനിധിയായി മത്സരിപ്പിക്കുവാനുള്ള നീക്കത്തിലാണ് കോൺഗ്രസ്. ഹരിയാനയിലെ സ്ഥിതിവിശേഷം കുറച്ച് വ്യത്യസ്തമാണ്. നിലവിലത്തെ രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ 99 അംഗ നിയമസഭയിൽ 87 അംഗങ്ങളാണ് നിലവിലുള്ളത്. NDAക്ക് 43 അംഗങ്ങൾ ഉള്ളപ്പോൾ 3 സ്വതന്ത്രർ ഉൾപ്പെടെ കോൺഗ്രസ് JJP സഖ്യത്തിന് 42 അംഗങ്ങളുണ്ട്. ഒരു സ്വതന്ത്ര അംഗവും INLD അംഗവും ആരെയും പിന്തുണയ്ക്കുന്നില്ല എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനം. അവരുടെ തീരുമാനം വളരെ നിർണായകമായിരിക്കും. JJPയിലെ 2 MLAമാർ BJPയെ പിന്തുണയ്ക്കുന്നു എന്നത് കോൺഗ്രസ് പ്രതീക്ഷകൾക്ക് മങ്ങലേൽപ്പിക്കുന്നുണ്ട്. അതായത് പ്രതീക്ഷയുണ്ട് ഹരിയാനയിൽ. ആ പ്രതീക്ഷയെ കുറച്ചുകൂടി ബലപ്പെടുത്തുവാനുള്ള നീക്കത്തിലേക്കാണ് കോൺഗ്രസ് ചലിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമായി അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ ആയുധമായി നിലവിൽ ഇപ്പോൾ കോൺഗ്രസ് കാണുന്നത് വിനേഷ് ഫോഗട്ടിനെയാണ്. ലോക്സഭയ്ക്കുള്ളിൽ വിനേഷ് ഫോഗട്ടിനെതിരെ കടുത്ത ഭാഷയിൽ തന്നെ സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കിക്കൊണ്ട് ഭരണപക്ഷത്തെ സമ്മർദ്ദത്തിലാക്കിക്കൊണ്ട് പ്രതിപക്ഷം വലിയ നീക്കങ്ങളാണ് പാർലമെന്റിനുള്ളിൽ നടത്തിയത്. അതിന്റെ ആഴം കുറച്ചുകൂടി വർദ്ധിപ്പിക്കുവാനുള്ള തന്ത്രപരമായ നീക്കമാണ് ഇപ്പോൾ കോൺഗ്രസ് അടക്കമുള്ള ഇന്ത്യ സഖ്യത്തിലെ നേതാക്കന്മാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ ആദ്യ ചുവടുവെപ്പാണ് ഹരിയാനയിലെ കോൺഗ്രസ് നേതാക്കന്മാർ ഇപ്പോൾ പറഞ്ഞു വെക്കുന്നത്. ഹരിയാനയിൽ നിന്ന് രാജ്യസഭ അംഗമായ വിനേഷ് ഫോഗട്ടിനെ മത്സരിപ്പിക്കുമ്പോൾ രാജ്യസഭയ്ക്കുള്ളിൽ ഭരണപക്ഷത്തിനെതിരായുള്ള സമ്മർദ്ദത്തിന്റെ ആഴം കൂട്ടുക എന്ന നീക്കമാണ് ഇന്ത്യ സഖ്യം മുൻപോട്ട് വെക്കുന്നത്. നിലവിലത്തെ സാഹചര്യത്തിൽ രാജ്യസഭയിലേക്കുള്ള ഇന്ത്യ സഖ്യത്തിന്റെ പിടി കുറയുന്നു എന്ന ഒരു ധാരണ കോൺഗ്രസിനുള്ളിലും ഇന്ത്യ സഖ്യത്തിനുള്ളിലും കാര്യമായി ഉടലെടുക്കുന്നത് കൊണ്ട് തന്നെ അവിടേക്ക് ശക്തരായ സ്ഥാനാർത്ഥികളെ മുൻപന്തിയിലേക്ക് കൊണ്ടുവരിക അല്ലെങ്കിൽ അവരെ സ്ഥാനാർത്ഥികളാക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ജനഹൃദയങ്ങളിൽ കുറച്ചുകൂടി ആഴത്തിലേക്ക് ഇന്ത്യ സഖ്യത്തിന്റെ ബലം വർദ്ധിപ്പിക്കുക എന്നുള്ള നീക്കം കൂടിയാണ് നടത്തുവാൻ തീരുമാനിച്ചിരിക്കുന്നത് ഇന്ത്യ സഖ്യവും നേതൃത്വം നൽകുന്ന കോൺഗ്രസും. എന്തായാലും വിനേഷ് ഫോഗട്ട് രാജ്യസഭയ്ക്കുള്ളിൽ കടന്നാൽ അതിന് അവർ സമ്മതം മൂളിയാൽ വലിയ രാഷ്ട്രീയ നീക്കങ്ങളായിരിക്കും ഇനി അങ്ങോട്ട് നടക്കുവാൻ പോകുന്നത്. വലിയ കായിക പ്രക്ഷോഭങ്ങളൊക്കെ തെരുവോരങ്ങളിൽ സർക്കാരിനെതിരെ നടത്തിയിട്ടുള്ള കായിക താരമാണ് വിനേഷ് ഫോഗട്ട്. അവർ രാജ്യസഭയ്ക്കുള്ളിൽ ശബ്ദമായി ഉയർന്നാൽ അത് സ്വാഭാവികമായും
സർക്കാർ വിരുദ്ധമായ നിലപാടുകൾ പറയുവാൻ തന്നെയായിരിക്കുമെന്ന ഉറപ്പാണ് കോൺഗ്രസിന്. അങ്ങനെ വരുമ്പോൾ അത് കോൺഗ്രസിന് മുതൽക്കൂട്ടായിരിക്കുമെന്ന കണക്കുകൂട്ടലുകൾ തന്നെയാണ് ഇത്തരത്തിൽ രാഷ്ട്രീയപരമായൊരു തന്ത്രത്തിന് കോൺഗ്രസ് മുതിരുന്നത്. ഇന്ത്യ സഖ്യത്തെ കൂട്ടുപിടിച്ചുകൊണ്ട് ഭരണവിരുദ്ധപരമായ നിലപാടുകൾ വിനേഷ് ഫോഗട്ടിനെ കൊണ്ട് പറയിക്കുക, അല്ലെങ്കിൽ അത്തരത്തിൽ സർക്കാരിനെ ദുർബലപ്പെടുത്തുക എന്ന നീക്കത്തിന്റെ ആദ്യ ചുവടുപടി വെക്കുകയാണ് കോൺഗ്രസും ഇന്ത്യ സഖ്യവും.